ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ദിരാഗാന്ധി ഭയന്നിരുന്നു സാം മനേക്ഷായെ. പട്ടാള അട്ടിമറി ഉണ്ടാകുമെന്നുള്ള ഭീതി ഉണ്ടായിരുന്നു. എന്നും ഭീതിയോടെ കണ്ടിരുന്നു. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചിട്ടും വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തു, കിട്ടേണ്ട ശമ്പളം കൊടുത്തു. ഏറ്റവും ഒടുവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞു ബംഗ്ലാദേശ് അനുശോചനം അറിയിച്ചില്ല എന്ന്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്നില്ല, പ്രതിരോധ മന്ത്രി വന്നില്ല, സൈനിക മേധാവി സൗകര്യപൂർവ്വം വിദേശത്തുമായിരുന്നു. അതിലേക്കും വരാം, സമയം വളരെ കുറവായതുകൊണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നന്ദികേടിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏത് യുദ്ധത്തിനും ശേഷം യഥാർത്ഥത്തിൽ ദ റിയൽ ഹീറോ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നത് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വേണ്ട പരിഗണന കിട്ടാതെ പോയ, പല കാരണങ്ങളാൽ പരിഗണന കിട്ടാതെ പോയ ഒരാളാണ് ശ്രീ സാം മനേക്ഷ, ഫീൽഡ് മാർഷൽ മനേക്ഷ. പക്ഷെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. ഈ തരുണത്തിൽ ഇന്ത്യ ജനാധിപത്യ ഭാരതം ശൈശവ ദശയിലാണ്. ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ. 47 സ്വാതന്ത്ര്യം ലഭിച്ചു. ലോകത്താകമാനമുള്ള ചേഞ്ചസ് വരുന്നു. ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കോളനിവൽക്കരണത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നു. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബനാന റിപ്പബ്ലിക്സ്, അതായത് ഭരണകൂടങ്ങൾ വാഴ വെട്ടി അരിഞ്ഞിട്ടുന്നത് പോലെ താഴെ വീണുകൊണ്ടിരിക്കുന്ന മിലിറ്ററി ജുണ്ട അധികാരം പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് 50-കൾ, 60-കൾ, 70-കൾ. അതുകൊണ്ട് പുതിയതായി രൂപീകരിച്ച ഒരു സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്ന് സോളിഡിഫൈ ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ സൈന്യത്തെ ബാരക്കുകളിൽ തന്നെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അതൊരു രാഷ്ട്രീയ ജ്ഞാനമാണ്. അവിടെ ഒരു പരിധിയിൽ കൂടുതൽ, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ കരസേന, നാവികസേന, വ്യോമസേന അത് സംയുക്ത ഒരു കമാൻഡ് ഉണ്ടായത് ഇപ്പോഴല്ലേ. സംയുക്ത മേധാവി അന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ സിവിലിയൻ കൺട്രോൾ ഓവർ ഡിഫൻസ് ഫോഴ്സസ്, സർവ്വസൈന്യാധിപനായി സിവിലിയൻ ഭരണാധികാരിയായ ഇന്ത്യയുടെ പ്രഥമ പൗരനായ പ്രസിഡന്റ് വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആർമി ഇപ്പോഴും, അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പിന്നീട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാവശ്യമാണ് മിലിറ്ററി കൂ ഉണ്ടായത്. അതുപോലെ ആഫ്രിക്കയിലെ ഏതെല്ലാം രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളിൽ, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ, ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലം നോക്കുമ്പോൾ ഒരു 40-ലും 50-കളിലും 60-കളിലും 70-കളിലും ഒരിക്കൽ പോലും സൈന്യം അധികാരം ഏറ്റെടുക്കാത്ത ഏതാണ്ട് ഈ ഒരേ ഒരു രാജ്യം ഭാരതമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ സൈന്യത്തിൻ്റെ തലവനെ അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ നേടിത്തന്ന ആളുകളോട് കാട്ടുന്ന നന്ദികേട് അത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ്. പക്ഷേ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നാണല്ലോ. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ഭാരതം ചെയ്തിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ അവിടെ നോക്കണം. ഇവിടെ നമ്മൾ സാം മനേക്ഷായെ വാഴ്ത്തിപ്പാടുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തി, ദി അയൺ വുമൺ അല്ലെങ്കിൽ ദുർഗ, ഭാരത ദുർഗ, ഇതെല്ലാം പല വിശേഷണങ്ങളല്ലേ. പക്ഷേ അവിടെ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ അന്നത്തെ ഭരണപക്ഷം കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ സമുന്നത നേതാവ് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രതിപക്ഷം അവിടുത്തെ ദക്ഷിണാശാലിയായ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഒറ്റക്കെട്ടായിട്ടാണ് ആ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്ക് ചെയ്തത് എന്നോർക്കണം. അവിടെ ഇന്ത്യയുടെ നയം, സുരക്ഷ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതും ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെടുക്കൽ പ്രക്രിയയിൽ തീർച്ചയായും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നയങ്ങൾ, തീരുമാനങ്ങൾ കൺവേർജ് ചെയ്യുന്നു. ഇന്നത്തേതുപോലെ അല്ല എന്നർത്ഥം. അതുകൊണ്ട് അന്ന് ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പരമ്പരാഗതമായ ചേരിചേരാ നയത്തിൽ ഒരു പരിധിവരെ വെള്ളം ചേർത്തു എന്ന ആരോപണം ഉണ്ടായിട്ട് പോലും 1971 എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ മറ്റുമാണ് തന്ത്രപരമായ ഒരു ഡിഫൻസ് പാക്ട്, ഒരു ട്രീറ്റി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നില്ല, ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ വിത്ത് സോവിയറ്റ് യൂണിയൻ അന്ന് അചിന്ത്യമായ കാര്യമാണ്. അന്ന് നോക്കൂ, 1960-കളുടെ അവസാനമുള്ള രാഷ്ട്രീയം, ലോക രാഷ്ട്രീയം തല കീഴ്മേൽ മറിഞ്ഞൊരു സമയമാണ്. റിച്ചർഡ് നിക്സൺ അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്നു. ചൈനീസ് നേതൃത്വവുമായി ഒരു നിരന്തരമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, വിഖ്യാതനായ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ ഡിപ്ലോമസി നടത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ചൈനീസ് പിങ് പോങ് ടീം അമേരിക്കയിലെത്തുന്നു, അമേരിക്കയുടെ കളിക്കാർ അങ്ങോട്ടെത്തുന്നു. പിങ് പോങ് ഡിപ്ലോമസി ഫോളോഡ് ബൈ എ സീരീസ് ഓഫ് വിസിറ്റ്സ് ബൈ ഹെൻറി കിസിഞ്ചർ ടു ബെയ്ജിങ് ആൻഡ് ബാക്ക് ടു വാഷിങ്ടൺ ആൻഡ് അഗെയിൻ ടു ബെയ്ജിങ്. അങ്ങനെ ബെയ്ജിങ് വാഷിങ്ടൺ ആക്സിസിൽ നിർണായകമായ ഒരു പങ്ക് ഇസ്ലാമാബാദിന് ലഭിച്ച ആ ഒരു സമയം, അത് ഇന്ത്യക്ക് കണ്ണും കെട്ടി നിൽക്കാനാവില്ല. So there was an alliance, there was an axis forming between United States,
പാകിസ്ഥാൻ ആൻഡ് ചൈന അതിനെ കൗണ്ടർ ചെയ്തേ പറ്റൂ. ബംഗ്ലാദേശ് വാസ് എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രവും രാഷ്ട്രീയവും ഉണർന്ന് പ്രവർത്തിച്ചതും. സോവിയറ്റ് യൂണിയനുമായി ചേരിചേരാ നയം നിലനിർത്തിക്കൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനുമായി ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ ഒപ്പുവെച്ചതും. അതിനുശേഷം പിന്നീട് നടന്നത് ഒന്നാം തരം പൊളിറ്റിക്കോ മിലിറ്ററി മെനുവേഴ്സാണ്. 1971 സെപ്റ്റംബർ മുതൽ 72 ഡിസംബർ അവസാനം വരെയുള്ള കാലമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൈമേയും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വം കൈമേയും മറന്ന് പ്രവർത്തിച്ചതും ഭാരതത്തിന് അഭിമാനകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചതും അതുകൊണ്ടാണ്. അതുകൊണ്ട് സാം മനേക്ഷായോട് നമ്മൾ നന്ദികേട് കാണിച്ചു, അംഗീകരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ കാരണവന്മാർ, ഇവരെല്ലാവരും തന്നെ ഈ വിജയത്തിൽ തുല്യമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ നേരത്തെ ചർച്ചയിലൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഭാരതം കുറച്ചുകൂടി തന്ത്രപരമായി ഭാവിയെ കരുതിയുള്ള നിക്ഷേപമായി ഒരുപക്ഷെ കാശ്മീരിനെയും ബംഗ്ലാദേശിനെയും കരുതിയില്ല? ഇവിടെ നമുക്ക് ഉന്നതമായ മൂല്യങ്ങളുണ്ട്, നമ്മുടെ ജനാധിപത്യപരമായ കൺവിക്ഷൻസ് ഉണ്ട്. ഇവിടെ ലോകത്തിന് മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനായത് അന്യൻ്റെ ഇതരൻ്റെ ഒരിഞ്ച് ഭൂമി പോലും പിടിച്ചു വെക്കുകയോ അതിൻ്റെ പേരിൽ വിലപേശുകയോ ചെയ്ത ഒരു ചരിത്രം അന്നുമില്ല, ഇന്നുമില്ല ഭാരതത്തിന്. അതുകൊണ്ടാണ് ക്രെഡിബിലിറ്റി ഈസ് വെരി ഹൈ ഫോർ ഇന്ത്യൻ ഫോറിൻ പോളിസി.